നോട്ട് പിൻവലിച്ചതിന് ശേഷമുള്ള ആദ്യ ശമ്പള ദിവസമായ ഇന്ന് ബാങ്കുകളിൽ വൻ സാമ്പത്തിക ഇടപാടിന് സാധ്യത. പെൻഷനും ശമ്പളവും ഇന്നെത്തുമെങ്കിലും 24,000 രൂപ മാത്രമേ പിൻവലിക്കാനാവൂ. ഇടപാടുകാരുടെ തള്ളിക്കയറ്റം മൂലം ബാങ്കിന്റെ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ അധികാരികൾ പോലീസിന്റെ സുരക്ഷ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സമീർ ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. സമീർ, വ്യാവസായിക നഗരമായ കൊച്ചിയിൽ വലിയ സാമ്പത്തിക ഇടപാടിനാണ് സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞു. ബാങ്ക് പ്രവർത്തനം ആരംഭിച്ച് ഏതാണ്ട് 1 മണിക്കൂർ ആകുന്നു. ഈ ഒരു നിമിഷം വലിയ തിരക്ക് ബാങ്കുകളിൽ അനുഭവപ്പെടുന്നുണ്ടോ? അഞ്ചു, നോട്ട് നിരോധനത്തിന് ശേഷമുള്ള ആദ്യ ശമ്പള ദിനമായ ഇന്ന് ബാങ്കുകളിലും അതുപോലെ ATMകളിലും ട്രഷറികളിലും ഒക്കെ തന്നെ വലിയ തിരക്ക് തന്നെയാണ് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലാരിവട്ടത്തെ SPTയുടെ ബ്രാഞ്ചിലാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നതും. അതോടൊപ്പം തന്നെ ഉൾഭാഗത്താണ് ഇതിൻ്റെ ഇപ്പോൾ കൂടുതൽ ഇവിടെ തിക്ക് അനുഭവപ്പെടുന്നത് കാരണം ഉൾഭാഗത്തേക്ക് ഇവരെ ഇരിക്കാനുള്ള സൗകര്യം പ്രത്യേകമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പുറത്തേക്ക് അവിടെ ഈ നിര കാണാൻ കഴിയാത്തത്. എന്നാൽ നമുക്കിപ്പോൾ അതുപോലെ തന്നെ ഇവിടെയുള്ള ATMൽ ഇപ്പോൾ തന്നെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് പണം പിൻവലിക്കുകയും ആളുകൾ മടങ്ങുകയും ചെയ്യുന്ന ഒരു കാഴ്ചയും കൂടിയുണ്ട്. എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇന്ന് ശമ്പളം എത്തുന്നതോടുകൂടെ തന്നെ ഈ സ്വകാര്യ ജീവനക്കാർ ഏറെയുള്ള മേഖലയാണ് കൊച്ചി. അതുകൊണ്ട് തന്നെ ഇന്ന് ശമ്പളം എത്തുമ്പോൾ നേരിട്ട് അല്ല എല്ലാ ആളുകളെയും ശമ്പളം എത്തുന്നത്, അതെല്ലാം തന്നെ ബാങ്ക് ഇടപാട് വഴിയാണ്. അതുകൊണ്ട് തന്നെ വലിയ ഒരു നിരയും വലിയൊരു തിരക്കും തന്നെ കൊച്ചിയിലെ വിവിധ ബാങ്കുകൾക്ക് മുന്നിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ബാങ്കുകളിലേക്ക് പണം എത്തി തുടങ്ങുന്നത് 11 മണിയോടുകൂടിയായിരിക്കും. അതിനുശേഷമായിരിക്കും ഈ തിരക്ക് ഒന്നുകൂടെ കൂടുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ ഈ കാര്യം, അതായത് 2,500 രൂപ മാത്രമേ ATMൽ നിന്ന് ലഭിക്കുകയുള്ളൂ എന്നുള്ളതും അക്കൗണ്ട് വഴി 24,000 രൂപ മാത്രമേ പിൻവലിക്കാൻ കഴിയുള്ളൂ എന്നുള്ള സ്ഥിതിവിശേഷമുണ്ട്. അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആവശ്യത്തിനുള്ള കറൻസി ഇല്ലാത്തതുകൊണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ 24,000 രൂപ നൽകിയിരുന്നില്ല. പല ബാങ്കുകളും 10,000 12,000 രൂപ മാത്രമാണ് നൽകിയിരുന്നത്. അധ്വാനിച്ചതിൻ്റെ ഫലം ലഭിക്കാൻ വേണ്ടി വലിയ രീതിയിൽ രാവിലെ മുതൽ ഉച്ചവരെ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം, അതോടൊപ്പം തന്നെ ആവശ്യമായിട്ടുള്ള പണം ലഭ്യമാകാതിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. അതിനിടയിലാണ് ഇന്നത്തെ ഈ ശമ്പള ദിനം എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ശമ്പളം ലഭ്യമാകാൻ വേണ്ടി നിരവധി പേർ കാത്തിരിക്കുന്നുണ്ട്. അതിനിടയിൽ ആണ് ഇപ്പോൾ 11 മണിയോട് കൂടിയായിരിക്കും ഈ പണം എത്തുന്നത്. അതിനുശേഷമായിരിക്കും ഇവിടുത്തെ തിരക്ക് സംബന്ധിച്ച് കൂടുതൽ ഒരു വ്യക്തത വരികയുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലുള്ള ഈ ഒരു പണം ലഭ്യമാകാത്തതിനുള്ള വലിയൊരു അമർഷം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ട് തന്നെ അക്രമാസക്തരാവാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അക്കാര്യം മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് ബാങ്ക് അധികൃതർ തന്നെ പോലീസിന് വിവരം അറിയിക്കുകയും പോലീസിന്റെ സുരക്ഷ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതുവരെയും അത്തരത്തിലുള്ള ഒരു അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ചും കൊച്ചിയെ സംബന്ധിച്ച് സ്വകാര്യ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ഉള്ളത്. അവർക്കെല്ലാം തന്നെ പണം എത്തുന്നത് ബാങ്ക് ഇടപാടിലൂടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു വലിയ ഒരു ജനത്തിരക്ക് 11 മണിയോട് കൂടെയായിരിക്കും ബാങ്കുകളിൽ എത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ നമുക്ക് കാണുന്ന പോലെ തന്നെ ബാങ്കുകളൊക്കെ തന്നെ ഇന്ന് സാധാരണ പോലെ ബാങ്കുകളുടെയൊക്കെ പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ആളുകളെല്ലാം തന്നെ എത്തി അവരുടെ പണം എടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും എന്തായാലും ബാങ്കുകളിൽ വലിയ രീതിയിലുള്ള ഇടപാടുകൾ നടക്കുന്ന ഒരു സാഹചര്യം, അതുകൊണ്ട് തന്നെ ATMകളിലേക്ക് ആവശ്യത്തിന് പണം എത്തിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? ബാങ്കുകളിൽ ആവശ്യത്തിനുള്ള പണം 11 മണിയോട് കൂടെയായിരിക്കും എത്തുന്നത്. പ്രത്യേകിച്ചും ശമ്പളവും അതുപോലെ തന്നെ പെൻഷനും ഒക്കെ എത്തുന്നത് 11 മണിയോട് കൂടെയായിരിക്കും. ആ സമയത്തായിരിക്കും കൂടുതൽ പേർ ബാങ്കുകളിലേക്ക് എത്തുന്നത്. എന്നാൽ ATMകളിലൊക്കെ തന്നെ നേരത്തെ തന്നെ പണം ലഭ്യമായിരുന്നു. പക്ഷേ ഇപ്പോഴും ഉള്ളത് 2000-ൻ്റെ നോട്ടുകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അത് ലഭിച്ചാൽ പോലും അത് ചില്ലറയായി മാറ്റാനുള്ള ഒരു സ്ഥിതിവിശേഷം ഇപ്പോഴും ഉണ്ടായിട്ടില്ല. ഏതാനും ബാങ്കുകളിൽ മാത്രമേ 500-ൻ്റെ നോട്ട് എത്തിയിട്ടുള്ളൂ. അതും വലിയ രീതിയിൽ പൊതുജനത്തെ വലയ്ക്കുന്നുണ്ട്. എന്നാലും 2000-എങ്കിലും ലഭ്യമാകാൻ വേണ്ടിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ നിരവധി പേർ ഇത്തരത്തിൽ ATMകൾക്ക് മുമ്പിൽ ക്യൂ നിൽക്കുന്നതും അതിന് അവർ പണം മാറ്റിയെടുക്കാനുള്ള പണം എടുക്കുകയും തുടർന്ന് മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങളും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഇന്ന് ഇപ്പോൾ ഈ ശമ്പള ദിനമായതുകൊണ്ട് തന്നെ കൂടുതൽ പണം അവർക്ക് മാറ്റിയെടുക്കാനുള്ള ഒരു സാഹചര്യം കുറവാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഒരു മാസത്തെ ശമ്പളം ഒരുമിച്ച് ലഭ്യമാകാനുള്ള ഒരു സാഹചര്യം ആർക്കും ഇല്ല. 24,000 പരമാവധി ലഭ്യമായിരുന്നത്. എന്നാൽ അതും ഇപ്പോൾ 10,000-ഓ 12,000-ഓ ലഭ്യമാവുകയുള്ളൂ എന്നാണ് നമുക്ക് അനൗദ്യോഗികമായി ലഭ്യമാകുന്ന വിവരം. പ്രത്യേകിച്ചും പണം ഉണ്ടെങ്കിൽ, ക്യാഷ് ഉണ്ട്, പക്ഷേ അവർക്ക് നൽകാനുള്ള കറൻസി കൃത്യമായിട്ട് ഇല്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ 24,000 രൂപ നൽകേണ്ടടുത്ത് 10,000-ഓ 12,000-ഓ നൽകുന്നത് എന്നാണ് ബാങ്ക് അധികൃതർ നമുക്ക് നൽകുന്ന അറിയിപ്പ്. എന്നാൽ ഇതിൽ വലിയ രീതിയിലുള്ള ഈ ഒരു ആശങ്കയിൽ ഈ ഒരു പ്രതിസന്ധിയിൽ വലിയ അമർഷം പൊതുജനങ്ങൾക്കുണ്ട്. അത് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക്, അത് വലിയ ഒരു
അക്രമാസക്തമായുള്ള ഒരു സാഹചര്യവും സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് തന്നെ ബാങ്ക് അധികൃതരും വലിയ ജാഗ്രതയിലാണ്. ഏതായാലും പ്രവർത്തനങ്ങളൊക്കെ ഇതുവരെയും ഒരിടത്തും ഒരു അനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് ബാങ്കിന്റെയും ട്രഷറികളുടെയും പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അഞ്ജു. ശരി, സമീർ വഴങ്ങോടാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് മനുശങ്കർ കൂടി ചേരുകയാണ്. മനു, ഏതാണ്ട് 10 കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഓഫീസുകളുടെ പ്രവർത്തനം ആരംഭിച്ചു. ജീവനക്കാരൊക്കെ ഓഫീസുകളിൽ പോയ ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ശമ്പളം പിൻവലിക്കുന്നതിന് ഒരുപക്ഷെ ബാങ്കുകളിൽ തിരക്കുണ്ടാവില്ല. പക്ഷേ പെൻഷൻ പിൻവലിക്കാൻ അത്തരത്തിൽ വലിയൊരു തിരക്ക് ബാങ്കുകളിലുണ്ട്. എന്താണ് ഡൽഹിയിലത്തെ ഒരു അവസ്ഥ? നോർത്ത് ഇന്ത്യയിൽ എന്തായാലും പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. 8000 രൂപ വരെ മാത്രമേ പിൻവലിക്കാൻ അനുവദിക്കൂ എന്നാണ് ഇപ്പോൾ ഈ ദില്ലിയിലും മറ്റു സമീപ സംസ്ഥാനങ്ങളിലെയും ബാങ്കുകൾ വ്യക്തമാക്കുന്നത്. ആഴ്ചയിൽ 24,000 രൂപ വരെ പിൻവലിക്കാമെന്നതായിരുന്നു വ്യവസ്ഥ. എന്നാൽ ഇത് അനുവദിക്കാനാകില്ല. നിലവിൽ ഈ സ്വകാര്യ സ്ഥാപനങ്ങളിലെയും മറ്റും ആളുകളും പണം മാറുന്നതിനും മറ്റുമായി എത്തും. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് പോലും 8000 രൂപയിൽ കൂടുതൽ പിൻവലിക്കാൻ ഇപ്പോൾ അനുവദിക്കില്ല എന്നാണ് ബാങ്കുകൾ വ്യക്തമാക്കുന്നത്. ഇത് ചെറിയ രീതിയിൽ പ്രശ്നങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ്. വലിയ ക്യൂ ആണ് ബാങ്കുകൾക്ക് മുന്നിൽ കാണാനാകുന്നത്. 10 ലക്ഷം പേർക്കാണ് പെൻഷനും ശമ്പളവും മറ്റും വിതരണം ചെയ്യേണ്ടത്. ആഴ്ചയിൽ 24,000 രൂപ വരെ പിൻവലിക്കാമെന്ന് വ്യക്തമാക്കുന്നു. ഇതിന് 2,400 കോടി രൂപ ആവശ്യമാണ്. ഈ വ്യാഴാഴ്ച വരെ ഇതിനായി 1000 കോടി രൂപ വിതരണം ചെയ്യുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. റിസർവ് ബാങ്ക് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചിരുന്നത് 1000 കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് നൽകും എന്നാണ് റിസർവ് ബാങ്ക് അറിയിച്ചിരുന്നത്. എന്നാൽ ഇന്ന് പുലർച്ചയോടുകൂടി അറിയാൻ സാധിക്കുന്നത് 500 കോടി രൂപ SBIക്ക് റിസർവ് ബാങ്ക് നൽകി എന്നൊരു ഔദ്യോഗികമായ സ്ഥിരീകരണം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. ട്രഷറികൾക്കും അതോടൊപ്പം ബാങ്കുകൾക്കും പകുതിയായി വീതിച്ചു നൽകുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനാൽ തന്നെ ബാങ്കുകളിലെത്തി ഈ പെൻഷനും അതോടൊപ്പം ശമ്പളവും മാറുന്നതിനുള്ള സർക്കാർ ജീവനക്കാരുടെ വലിയ തിരക്ക് അനുഭവപ്പെടുമ്പോഴും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെയും ശമ്പളം മാറുന്നതിനായുള്ള വലിയ തിരക്കുകൾ തന്നെയാകും ദൃശ്യമാകുക. അതിനാൽ ബാങ്കുകൾ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആവശ്യത്തിന് നോട്ടുകൾ ബാങ്കുകളിൽ ഇതിനാവശ്യമായ നോട്ടുകൾ ലഭ്യമാക്കിയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായ വിശദീകരണം റിസർവ് ബാങ്ക് നൽകുന്നില്ല. ആവശ്യത്തിന് നിർദ്ദേശങ്ങൾ ബാങ്കുകൾക്ക് നൽകി കഴിഞ്ഞു എന്ന് മാത്രമാണ് ഔദ്യോഗികമായി റിസർവ് ബാങ്ക് സ്ഥിരീകരിക്കുന്നത്. തീർച്ചയായും മനു, അത് തന്നെയാണ്. 24,000 രൂപ പിൻവലിക്കാം എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കെ വെറും 8,000 രൂപ മാത്രമേ തരൂ എന്ന് പറയുന്ന ഒരു ബാങ്കുകാരുടെ അവസ്ഥ. ഒരുപക്ഷെ വലിയ രീതിയിൽ ബാങ്കുകൾക്ക് പോലും പണം ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. RBI നൽകിയിരിക്കുന്ന വിവരം ഒരുപക്ഷെ ആവശ്യത്തിന് കാശ് എത്തിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ബാങ്കുകളുടെ ഈ അവസ്ഥ ഏറെ പരിതാപകരമല്ലേ? തീർച്ചയായും പരിതാപകരമാണ്. ബാങ്കുകൾ സ്വയമേ തീരുമാനിച്ചിരിക്കുന്ന ഒരു ധാരണയാണിത്. റിസർവ് ബാങ്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങളൊന്നും നൽകിയിട്ടില്ല. ബാങ്കുകൾ സ്വന്തം പ്രതിസന്ധി കൊണ്ട് സ്വയമേ എടുത്ത തീരുമാനം എന്നാണ് മനസ്സിലാക്കുന്നത്. 8,000 രൂപ വരെ പരമാവധി എന്നതാണ് ഇപ്പോൾ ബാങ്കുകൾ മുന്നോട്ട് വച്ചിരിക്കുന്ന തീരുമാനം. 6,000 രൂപ ആദ്യം നൽകുന്നു. ഇതിനുശേഷവും സ്വരം കടുപ്പിക്കുന്നവർക്ക് 8,000 രൂപ നൽകുന്ന ഒരു കാഴ്ചയാണ് ദില്ലിയിൽ നിന്നും വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ വലിയ പ്രതിസന്ധിയാണ് ബാങ്കുകൾ നേരിടുന്നത്. റിസർവ് ബാങ്ക് ഇതിനു വേണ്ട കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കും ആവശ്യത്തിന് നോട്ടുകൾ ഇല്ലാത്ത സാഹചര്യമാണ് ബാങ്കുകളിലുള്ളത്. ഇതിനാൽ പ്രതിസന്ധി തുടരുകയാണ്. ഈ പണം ലഭിക്കുന്ന ആളുകൾക്ക് 2,000-ന്റെയും അതോടൊപ്പം 500 രൂപയുടെയും നോട്ടുകളാണ് ലഭ്യമാകുകയും ചെയ്യുന്നത്. ഇത് പിന്നീട് ചില്ലറയായി ലഭ്യമാക്കാൻ സാധിക്കാത്തതിന്റെ പ്രതിസന്ധിയും ഇവർ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ദില്ലിയിലും മറ്റു നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും എന്തായാലും പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. കൃത്യമായി ആവശ്യത്തിന് ഈ ശമ്പളവും അതോടൊപ്പം പണവും വിതരണം ചെയ്യുന്നതിന് ആവശ്യമായ നോട്ടുകൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. 500 കോടി രൂപ SBIക്ക് നൽകിയെന്ന് റിസർവ് ബാങ്ക് ഔദ്യോഗികമായി രാവിലെ സ്ഥിരീകരിച്ചെങ്കിൽ പോലും 1000 കോടി രൂപ അടക്കം ആവശ്യത്തിനായ കൃത്യമായ നോട്ടുകൾ ഇപ്പോഴും റിസർവ് ബാങ്ക് ബാങ്കുകൾക്ക് നൽകിയിട്ടില്ല എന്നതാണ് യഥാർത്ഥ വസ്തുത. മനു, അങ്ങനെയെങ്കിൽ അധ്വാനിച്ചുണ്ടാക്കിയ പണം പിൻവലിക്കാനായി സാധാരണക്കാരും ഒപ്പം സാധാരണക്കാരുടെ ആവശ്യത്തിന് പണം നൽകാനാവാത്ത തരത്തിലേക്ക് ബാങ്ക് ജീവനക്കാരും പോകുന്ന ഒരു അവസ്ഥ, അവർ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? രാവിലെ മുതൽ വലിയ ക്യൂ ആണ് ദൃശ്യമാകുന്നത്. ഇന്ന് 1-ാം തീയതി ആയതിനാൽ തന്നെ ATMകളും ഭൂരിഭാഗം കാലിയാണെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ATMകളിൽ നേരിട്ടെത്തിയും മറ്റും ഈ പണം പിൻവലിക്കുന്നതിനുള്ള യാതൊരു സാഹചര്യവും ദില്ലിയിലും മറ്റു സമീപ സംസ്ഥാനങ്ങളിലൊന്നുമില്ല. രാജ്യത്തിലെ ഭൂരിഭാഗം അവസ്ഥയും ഇതാണ്. ഇതിനെ തുടർന്ന് ബാങ്കുകളിലെത്തിയും ട്രഷറികളിലെത്തിയും പണം മാറുന്നതിനായി എത്തുന്നവരും വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ബാങ്കുകൾ എന്തായാലും ഇത് ദുരിതമായി തന്നെ മുന്നോട്ട് വയ്ക്കുന്നു. തങ്ങളുടെ പക്ഷം കൃത്യമായ നോട്ടുകളില്ല, പിന്നെ എങ്ങനെ വിതരണം ചെയ്യുമെന്നാണ്
ബാങ്കുകൾ സംശയം പ്രകടിപ്പിക്കുന്നത്. നൂറുകണക്കിന് ആളുകൾ ബാങ്കുകളിലേക്ക് എത്തുന്നു. ഇവർക്ക് ആവശ്യമായ നോട്ടുകൾ തിരികെ നൽകുന്നതിന് തങ്ങളുടെ പക്കം ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ എന്ത് ചെയ്യുമെന്ന് ബാങ്ക് അധികൃതരും കൈമലർത്തുകയാണ്. ഈ സാഹചര്യത്തിലാണ് 24,000 രൂപ വരെ പിൻവലിക്കാം എന്നൊരു നിബന്ധന ഉള്ളപ്പോഴും പരമാവധി 8,000 രൂപ വരെ മാത്രമേ നൽകൂ എന്ന് ദില്ലിയിലും ഒപ്പം സമീപത്തെയും ബാങ്ക് ഉദ്യോഗസ്ഥർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് വലിയ പ്രതിസന്ധിയിലേക്കാണ് വരും മണിക്കൂറുകളും കൊണ്ടെത്തിക്കുക. ശരി, മനുശങ്കറാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്ന സുനിൽ അരുമാനൂർ കൂടി ചേരുകയാണ്. സുനിൽ, ദില്ലിയിലെ സംഭവം മനസ്സിലായി കാണും. 24,000 രൂപ പിൻവലിക്കാമെന്നിരിക്കെ 8,000 രൂപ മാത്രമേ നൽകാനാകൂ എന്നുള്ള നിലപാടാണ് ഇപ്പോൾ ബാങ്ക് എടുത്തിരിക്കുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി കേരളത്തിൽ തലസ്ഥാന നഗരിയിൽ ഉണ്ടാകുന്നുണ്ടോ? ഇതുവരെയും അത്തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായിട്ടില്ല. ട്രഷറികളിൽ ഇപ്പോൾ 500 കോടി രൂപയാണ് ട്രഷറികളിലേക്ക് RBI നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ SBTA ബാങ്കുകളിലേക്ക് 500 കോടി രൂപ നൽകിയിട്ടുണ്ട്. ഇതിൽ അല്പം മുമ്പാണ് ട്രഷറിയിലെ പണം എത്തിച്ചേർന്നത്. തിരുവനന്തപുരം ട്രഷറിയിലേക്ക് അവർ 1 കോടി രൂപയാണ് ഇപ്പോൾ മുതലാണ് ക്യാഷ് കൊടുത്തു തുടങ്ങിയിട്ടുള്ളത്. 24,000 രൂപ വരെയാണ് ഓരോരുത്തർക്കും കൊടുക്കുന്നത്. ഇപ്പോൾ കാരണം നേരത്തെ തന്നെ വന്ന് വളരെ രാവിലെ തന്നെ എത്തി ടോക്കൺ വാങ്ങിച്ച് ഇരുന്നവർക്ക് ഇപ്പോൾ ക്യാഷ് വന്ന അനുസരിച്ചാണ് ഇപ്പോൾ പണം കൊടുത്തു തുടങ്ങിയിട്ടുള്ളത്. ഇവിടെ തന്നെ പ്രത്യേകിച്ച് 6ലധികം കൗണ്ടറുകൾ പ്രത്യേകം ക്രമീകരിച്ചിട്ടുണ്ട്. കാരണം പെൻഷൻ വാങ്ങാനും അതുപോലെ തന്നെ ശമ്പളം വാങ്ങാനും എത്തുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി 6ലധികം പ്രത്യേക കൗണ്ടറുകളും ട്രഷറികളിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ SBTയിൽ കൊടുത്തിട്ടുള്ള ഈ 500 കോടിയിൽ 160 കോടി രൂപയും 340 കോടി രൂപ അങ്ങനെ ഡിവൈഡ് ചെയ്താണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 160 കോടി രൂപയും അത് കഴിഞ്ഞ ശേഷം കാസർഗോഡ് വരെയുള്ള ആളുകൾക്ക് നൽകുന്നതിന് വേണ്ടി കാസർഗോഡ് വരെ ജില്ലയ്ക്ക് 340 എന്ന രീതിയിലാണ് പണം ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ രാവിലത്തെ ഒരു തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഇനിയുള്ള മണിക്കൂറുകളിൽ തിരക്ക് കൂടും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്തരത്തിൽ തന്നെയാണ് ആളുകൾ വരുന്നത് എന്നുള്ളതാണ്. കാരണം എല്ലാവർക്കും ഒരു ആശങ്കയുള്ളത് ഈ രാവിലെ എത്തി ഈ പണം വാങ്ങിയില്ലെങ്കിൽ ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ക്യാഷ് ഷോർട്ടേജ് വരുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. ഏതായാലും ഈ ഒരാഴ്ച കൊടുക്കാനായിട്ട് തികയും എന്നുള്ളതാണ് ഒരു കണക്കുകൂട്ടൽ. ഇപ്പോൾ നമുക്ക് ഈ തിരുവനന്തപുരം ജില്ലാ ട്രഷറിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 450 പേർക്ക് കൊടുക്കാനുള്ള പണം ഇപ്പോൾ ഇവരുടെ കയ്യിൽ കഴിഞ്ഞ ദിവസത്തെ ക്ലോസ് ബാലൻസ് ഉൾപ്പെടെ നോക്കുമ്പോൾ ഉണ്ട് എന്നുള്ളതാണ് ട്രഷറി അധികൃതർ പറയുന്നത്. ഏകദേശം 100ലധികം കോടി രൂപ SBTയിലെ ക്ലോസ് ബാലൻസ് ഉണ്ട്. പ്ലസ് ഇന്ന് കൊടുത്തിട്ടുള്ള രൂപയും കൂടെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് അവർക്കും 2 ദിവസങ്ങളിൽ ശമ്പള ഇടപാടുകൾ കൊടുക്കാനുള്ള പണമുണ്ട് എന്നാണ് അവർ ഉറപ്പ് നൽകുന്നത്. പക്ഷേ ഇതിനകത്ത് ജീവനക്കാർക്കും അതുപോലെ ബാങ്കിനകത്തും വരുന്നൊരു ബുദ്ധിമുട്ട് ഒരുമിച്ച് ഇവർ ക്യാഷ് വാങ്ങാൻ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് അവർ കണക്കിലെടുത്തുള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേക കൗണ്ടറുകൾ ട്രഷറിയിൽ തുടങ്ങിയിട്ടുണ്ട്. ബാങ്കുകളിൽ അത്രയച്ച് പ്രത്യേക കൗണ്ടറുകൾ സജ്ജീകരിച്ചിട്ടില്ല. ഉള്ള കൗണ്ടറുകൾ വഴി തന്നെയാണ് പണം വാങ്ങി മടങ്ങേണ്ടി വരുന്നത്. പലർക്കും ചെറിയ നോട്ടുകൾ 20ൻ്റെയും 100ൻ്റെയും നോട്ടുകളൊക്കെ ലഭിക്കുന്നവർ ആണ് കൂടുതലും. ഇവിടെ ട്രഷറിയിൽ എത്തിയിട്ടുള്ളത് കൂടുതലും 20ൻ്റെ നോട്ടുകളാണ് എന്നുള്ളതാണ് നമുക്ക്. കാരണം പ്രത്യേകിച്ച് പ്രായമായ ആളുകളായതുകൊണ്ട് അത് എണ്ണി ബോധ്യപ്പെടുത്തി. തീർച്ചയായും സുനിൽ, അത് തന്നെയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരുപക്ഷെ പെൻഷൻ പിൻവലിക്കാനായി ബാങ്കുകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് അധികം ആളുകൾ എത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അവരുടെയൊക്കെ പ്രതികരണങ്ങൾ കൂടി ഒന്ന് ആരായൂ? തീർച്ചയായും. കാരണം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് വലിയൊരു ക്യൂ ഉണ്ട്. കാരണം പ്രത്യേക കൗണ്ടറുകൾ സജ്ജമാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഈ പണം വാങ്ങാനായി എത്തുന്നവർക്ക് ഈ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ആ ആശങ്കയാണ് ഞാൻ സൂചിപ്പിച്ചത്. കാരണം ഇത്തരത്തിൽ അവർക്ക് പണം കൃത്യമായിട്ട് 24,000 രൂപ തന്നെ ലഭിക്കുമോ എന്നുള്ള സംബന്ധിച്ചൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ രാവിലെ തന്നെ ഇവിടെ എത്തി പണത്തിന് വേണ്ടി ടോക്കണൊക്കെ എടുത്തിരിക്കുന്നത്. മറ്റ് പുതിയ കൗണ്ടറുകളിൽ നമുക്ക് അതിലേക്ക് ഇവിടെ ആണ് ഈ പറഞ്ഞിരിക്കുന്ന പുതിയ കൗണ്ടറുകളായിട്ട് പ്രവർത്തിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ പ്രത്യേകിച്ച് ടോക്കണൊന്നും കൊടുക്കണ്ട. അവരുടെ ലീഫ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പണം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രത്യേക കൗണ്ടറുകൾ ഇവിടെ തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പോൾ ടോക്കൺ സംവിധാനത്തിലൂടെ ഇപ്പോൾ തുക കൊടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു തിരക്ക് വെച്ച് നോക്കുമ്പോൾ ഇനിയുള്ള മണിക്കൂറുകളിൽ തീർച്ചയായും ഇപ്പോൾ പെൻഷനേഴ്സ് മാത്രമാണ് ഇപ്പോൾ ഈ ട്രഷറിയിൽ നിറഞ്ഞിരിക്കുന്നത്. ഇത് കഴിയുമ്പോഴേക്കും തീർച്ചയായും ശമ്പളം വാങ്ങാൻ എത്തുന്നവരുടെ ഒരു നീണ്ട നിര അനുഭവപ്പെടും. ബാങ്കുകളിലും അത്തരത്തിലുള്ള ഒരു നീണ്ട നിരയായിരിക്കും അനുഭവപ്പെടുന്നത്. പോലീസ് സുരക്ഷ എല്ലാ ബാങ്കുകളിലും അതുപോലെ തന്നെ ട്രഷറികളിലും ഇന്നലെ ആവശ്യപ്പെട്ട പ്രകാരം അത്തരത്തിൽ പോലീസ് സുരക്ഷയും എല്ലാ ബാങ്കുകളിലും ട്രഷറികൾക്ക് മുന്നിലും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പലർക്കും ഈ ക്യാഷ് എണ്ണി കൊണ്ടുപോകുന്ന ഒരു ചെറിയ ബുദ്ധിമുട്ട് ഒഴികെ മറ്റ് പ്രശ്നങ്ങളൊന്നും
ഒന്നുമില്ലാത്ത രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ജീവനക്കാരായാലും ട്രഷറിയിലെ സ്റ്റാഫുകളും ഒക്കെ അത്തരത്തിലുള്ളൊരു സജ്ജീകരണം തന്നെയാണ് ഈ വരുന്നവർക്ക് വേണ്ടി ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാവർക്കും ഇപ്പോഴും നിലനിൽക്കുന്നൊരു പ്രശ്നം അല്ലെങ്കിൽ ആശങ്ക എന്ന് പറയുന്നത് പണം തീർന്നു പോകുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. പക്ഷേ അത് എത്രത്തോളം എന്നുള്ളത് ഈ വരുന്ന ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് മാത്രമേ പറയാനാകൂ എന്നാണ് ബാങ്ക് അധികൃതരും പറയുന്നത്. അഞ്ചു സുനിൽ, ഒരുപക്ഷെ 2500 നോട്ടുകളായിരിക്കും അധികവും നൽകുക. അത്തരത്തിൽ വരുമ്പോൾ ചെറിയ തുക പിൻവലിക്കുന്നവർക്ക് ഒരു പ്രതിസന്ധി ആശങ്കയൊക്കെ ഉണ്ടാകുമോ? ഇവർക്കുള്ള കൃത്യമായ തുക 100ന്റെ അല്ലെങ്കിൽ 20, 10 ഇത്തരത്തിലുള്ള നോട്ടുകളൊക്കെ ആവശ്യത്തിന് ലഭ്യമാണോ? അഞ്ചു ഇപ്പോഴെല്ലാവരും 24,000 രൂപ ഒരുമിച്ച് പിൻവലിക്കുന്നവർ മാത്രമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ശമ്പളമാണ്, അതുപോലെ പെൻഷനാണ്. അതുകൊണ്ട് ചെറിയ തുക പിൻവലിക്കാനുള്ള സാധ്യത ഇവിടെ ഇല്ല. കാരണം അത് തീർച്ചയായും അവർ ബാങ്കുകൾ തന്നെ പറയുന്നുണ്ട് 24,000 രൂപയാണ് നിങ്ങൾക്ക് ഇന്ന് എടുക്കാവുന്നുള്ളത്. അത്രയ്ക്ക് ഉള്ള തുക എടുക്കണം എന്നുള്ള നിർദ്ദേശവും ചില ബാങ്കുകളിൽ നൽകുന്നുണ്ട്. ട്രഷറികളിലും അത്തരത്തിൽ നിർദ്ദേശം നൽകുന്നുണ്ട്. കാരണം അടുത്ത ആഴ്ച മാത്രമേ ബാക്കി 24,000 രൂപ ഇപ്പോൾ പറഞ്ഞ പ്രകാരം എടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് അവർ നൽകുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് 24,000 തന്നെയാണ് അവരുടെ ഈ സ്ലിപ്പിൽ 24,000 രൂപ തന്നെയാണ് രേഖപ്പെടുത്തി കൊടുക്കുന്നത്. പലരും അറിയാതെ വന്നവരൊക്കെ ഉണ്ട്. അവർ അത്തരത്തിൽ 40, 50 ഒക്കെ എഴുതി കൊടുത്തെങ്കിലും അത് തിരിച്ച് ഇവർ ജീവനക്കാർ തന്നെ അത് പറഞ്ഞ് 24,000 ആക്കി മാറ്റുന്നുണ്ട്. അതുകൊണ്ട് 20ൻ്റെയും അതുപോലെ 100ൻ്റെയും നോട്ടുകൾ ഇപ്പോൾ ട്രഷറികളിൽ കൂടുതലായി എത്തിച്ചേർന്നിട്ടുണ്ട്. അതും 2000ൻ്റെ നോട്ടും ചേർന്നാണ് എല്ലാവർക്കും നൽകുന്നത്. അല്ലെങ്കിൽ 2000 മാത്രം നൽകിക്കൊണ്ട് കൊടുക്കുന്ന ആവശ്യപ്പെടുന്ന 2000 വേണമെന്ന് പറയുന്നവർക്ക് അത്തരത്തിൽ ആ നോട്ടുകൾ തന്നെ നൽകാനും ട്രഷറിയിലും അതുപോലെ തന്നെ ബാങ്കുകളിൽ SBT അടക്കമുള്ള ബാങ്കുകളിലും അത്തരത്തിലുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് ഈ ഒരു കൂടുതൽ തിരക്ക് ഇത്തരത്തിൽ ഈ ഒരു ട്രഷറിയിലായാലും ശരി അതുപോലെ തന്നെ ബാങ്കുകളിലായാലും അത്തരത്തിൽ ഒരു തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഒരു പോലീസിൻ്റെ ഒരു സഹായമൊക്കെ തേടി ഇവരിയ്ക്കുന്നത്. ഇവിടെ ക്യാഷ് വരാനുള്ളൊരു ഡിലേ ആയിരുന്നു. ഇവിടെ ഇപ്പോൾ സ്മൂത്തായിട്ട് ഇപ്പോൾ ടോക്കൺ വിളിച്ച് പണം കൊടുക്കുന്നുണ്ട്. ഇനി ക്യാഷ് ഡിലേ വരികയാണെങ്കിൽ മാത്രമേ ഈ ഒരു പ്രതിസന്ധി എന്നുള്ളത് വരികയുള്ളൂ. നിലവിൽ ഏറ്റവും അധികം പ്രായമായവരാണ്. പെൻഷൻ പിൻവലിക്കുന്നതിനായാണ് അവിടെ ആളുകൾ ഉള്ളത്. അവർക്ക് ആശങ്കയുണ്ടോ? ഒപ്പം ബുദ്ധിമുട്ടുകൾ ഏതെങ്കിലും തരത്തിൽ നേരിടേണ്ടി വരുന്നുണ്ടോ? അവരോടുള്ള പ്രതികരണങ്ങൾ കൂടി ചോദിച്ചറിയൂ. തീർച്ചയായും അവർക്ക് അത്തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ നേരത്തെ തന്നെ പലരെയും സമീപിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം രാവിലെ മുതൽ വന്ന ആളുകളുണ്ട്, വളരെ നേരത്തെ വന്ന് ഈ പെൻഷന് വേണ്ടി വന്നിരിക്കുന്ന ആളുകൾ ഉണ്ട്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇത്രയും രാവിലെ വരേണ്ട ഒരു സാഹചര്യം വന്ന് അവർക്ക് തുക പിൻവലിക്കാൻ. മറ്റു ചിലരാകട്ടെ അവരുടെ റിലേറ്റീവ്സിനെ ഏൽപ്പിച്ചുകൊണ്ട് രാവിലെ വരുന്ന ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കിക്കൊണ്ട് അവരുടെ റിലേറ്റീവ്സിനെ ഏൽപ്പിക്കുന്ന ഒരു പണം വാങ്ങുന്നതിന് വേണ്ടി അത്തരത്തിൽ റിലേറ്റീവ്സിനെ ഏൽപ്പിക്കുന്ന ഒരു കാഴ്ചയും കാണാൻ സാധിക്കുമെങ്കിലും ബഹുഭൂരിപക്ഷവും ആളുകൾ നേരിട്ട് തന്നെയാണ് പെൻഷൻ വാങ്ങാനായി ഇവിടേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ അവർ പണം വാങ്ങി മടങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം അവർക്കിപ്പോൾ ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറയുന്ന 24,000 രൂപ എന്നുള്ള തുക തന്നെയാണ് ലഭിക്കുന്നത്. അത് ഈ പറയുന്ന ചെറിയ നോട്ടുകളാകുമ്പോൾ അത് എണ്ണി തിട്ടപ്പെടുത്താനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ 2000 രൂപ നോട്ട് കിട്ടുന്നവർക്ക് വളരെ തന്നെ പെട്ടെന്ന് എണ്ണി മടങ്ങാനും കഴിയുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുനിൽ, അവരോടൊന്ന് ചോദിച്ചു നോക്കൂ അവരുടെ കാര്യങ്ങൾ കൂടി. സുനിൽ, പെൻഷൻ പിൻവലിക്കാൻ വന്ന അവരുടെ പ്രതികരണങ്ങൾ കൂടി എടുക്കൂ. തീർച്ചയായും നമുക്ക് അത്തരം പ്രതികരണങ്ങൾ നമുക്ക് ഏതായാലും ചോദിച്ചു നോക്കാം. ഇവിടെ ടോക്കൺ ഇല്ല, അവിടെ ടോക്കൺ ബുക്ക് വെച്ചു. രാവിലെ എത്തി. വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ 24,000 രൂപയാണ് പിൻവലിക്കാൻ പറ്റുന്നത്. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ ബുദ്ധിമുട്ട് നമ്മൾ വരേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ഈ 2000 രൂപയൊക്കെ കിട്ടിയാൽ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം സാരമില്ല. ഒരുമാതിരി പാവപ്പെട്ടവരൊക്കെ എവിടെയെങ്കിലും കടയിൽ കൊണ്ട് കൊടുത്താൽ 50, 100 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചാൽ ബാക്കി കിട്ടാൻ പ്രയാസമാണ്. അതുകൊണ്ട് കടക്കാർ സാധനം കൊടുക്കത്തില്ല നാട്ടിൻപുറത്തൊക്കെ. തീർച്ചയായും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ചെറിയ നോട്ടുകൾ കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഇതുപോലെ ഈ അമ്മ പറഞ്ഞതുപോലെ അത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചില സ്ഥലത്ത് അത്രയ്ക്ക് ചെറിയ നോട്ടുകൾ കൊടുക്കുന്നുണ്ട്. ചെറിയ നോട്ടുകൾ കിട്ടാതെ വലിയ നോട്ടുകൾ വാങ്ങിപ്പോകുന്നവരും കുറവല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ മുതലൊക്കെ ചില ആളുകളൊക്കെ ഇന്നലെയും വന്ന് ടോക്കണൊക്കെ വാങ്ങി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇന്നലെ പണമില്ലാതെയൊക്കെ മടങ്ങേണ്ടി വന്ന ഒരു കാഴ്ചയാണ്. ടോക്കണൊക്കെ നേരത്തെ മേടിച്ചിരുന്നു.
ടോക്കൺ നേരത്തെ ഇന്നലെ വാങ്ങിച്ചതാണ്. ഇന്നലെ ഉച്ചയ്ക്ക് വന്നിട്ട് ടോക്കൺ തന്ന് പാസ്സാക്കി വിട്ടു. കൗണ്ടറിലെത്തിയപ്പോഴേക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞു. അത് ട്രഷറിയുടെ കുഴപ്പമായിരിക്കില്ല, ബാങ്കിൽ നിന്ന് പൈസ ഇല്ല, കിട്ടാനില്ല, അതുകൊണ്ട് നാളെ വരാൻ പറഞ്ഞു. അങ്ങനെ ഇന്നും വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ പിൻവലിക്കാവുന്ന തുക എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇതിനെങ്ങനെ കാണുന്നു? 24,000 രൂപ എന്ന് പറഞ്ഞാൽ അത് തന്നെ 24,000 രൂപ കൊടുക്കുന്നില്ലെന്നാണ് പറയുന്നത്. പലപ്പോഴും എനിക്ക് കിട്ടുമ്പോഴേ അറിയാവൂ എത്ര ഉണ്ടെന്നുള്ളത്. ആ ബാങ്കിൻ്റെ ട്രഷറിയുടെ കയ്യിലുള്ള പൈസയുടെ അനുസരിച്ചേ കിട്ടുകയുള്ളൂ. പക്ഷേ 24,000 രൂപ കിട്ടിയാൽ തന്നെ നമുക്ക് ഒരു മാസത്തെ ചിലവിലേക്ക് കടമായി, ഇപ്പോൾ റെൻറ്റ് അതുപോലുള്ള സാധനങ്ങളൊക്കെ രൊക്കം കൊടുക്കേണ്ട പൈസ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് പൈസ തികയില്ല. പെൻഷൻകാരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കിട്ടുന്ന പൈസ അപ്പോഴും തന്നെ ഒരാഴ്ചക്കകം കംപ്ലീറ്റ് തീർക്കുന്നതാണ്. പിന്നെ അടുത്ത മാസമേ ബാക്കി, കാരണം എല്ലാം കടമായിട്ടാണ് വാങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറേ ബുദ്ധിമുട്ട് അതിൽ അനുഭവിക്കുന്നുണ്ട്. തീർച്ചയായും ഇതുപോലെയുള്ള ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. പണം ലഭിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ലഭിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയൊക്കെ അത് വീതം വെച്ച് നൽകും എന്നുള്ളതിൽ ആശങ്കയുണ്ട്. അങ്ങനെ എല്ലാത്തരം പ്രശ്നങ്ങളും ഒരു ഭാഗത്ത് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പലർക്കും ഇപ്പോൾ നമുക്കിവിടെ ലഭിക്കുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ 2,000 രൂപ നോട്ടുകൾ തന്നെയാണ് മിക്ക ആളുകൾക്കൊക്കെ ലഭിക്കുന്നത്. അപ്പോൾ ഇതിന് ചേഞ്ച് ആക്കുക എന്നുള്ളത് അവർക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ പ്രായമായ ആളുകളായതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് തന്നെ അവർക്ക് ഇത് എണ്ണി തിട്ടപ്പെടുത്തി പോകുന്നതിൻ്റെ ബുദ്ധിമുട്ട് അവർക്കുണ്ട്. കാരണം നേരത്തെ അത്തരത്തിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ലായിരുന്നു. ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഓരോ മേഖലയിലും ഉണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ആദ്യ ദിവസം, അതായത് ശമ്പളം ഈ നോട്ട് പിൻവലിച്ച ശേഷം വരുന്ന ശമ്പളം നൽകുന്ന ആദ്യ ദിവസത്തിൻ്റെ പ്രശ്നങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. വരുന്ന മണിക്കൂറുകളിൽ ഈ സർക്കാർ ജീവനക്കാർ കൂടെ ശമ്പളം വാങ്ങാൻ വരുമ്പോഴായിരിക്കും തീർച്ചയായും ബാങ്കുകളിൽ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുക എന്നതാണ് നമുക്ക് പറയേണ്ടി വരുന്നത്. ശരി, തിരുവനന്തപുരത്ത് നിന്ന് സുനിൽ അരുമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. നോട്ട് പിൻവലിച്ചതിന് ശേഷമുള്ള ആദ്യ ശമ്പള ദിവസമായി ഇന്ന് ബാങ്കുകളിൽ വലിയ സാമ്പത്തിക ഇടപാടുകളാണ് നടക്കുന്നത്. വലിയ തിരക്കുകൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അധികവും ഇപ്പോൾ എത്തുന്നത് പെൻഷൻ പിൻവലിക്കാനുള്ള ആളുകളാണ് നിലവിൽ എത്തുന്നത്. ഇപ്പോൾ കോഴിക്കോട്ട് നിന്ന് മേഘ മാധവൻ കൂടി ചേരുകയാണ്. തത്സമയം മേഘ, നിലവിൽ തിരുവനന്തപുരത്ത് കാര്യമായ പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. കൃത്യമായി 24,000 രൂപ പിൻവലിക്കാൻ ആളുകൾക്കാകുന്നുണ്ട്. അത്തരത്തിൽ തന്നെയാണ് കോഴിക്കോട്. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? സ്മൂത്തായി കാര്യങ്ങൾ പോകുന്നുണ്ടോ? അഞ്ജു, നമുക്ക് കോഴിക്കോട്ടെ സംബന്ധിച്ച് ഒരിക്കലും അങ്ങനെ പറയാൻ സാധിക്കില്ല. കാരണം പല ബാങ്കുകളും 24,000 രൂപ എന്നതിൽ നിന്ന് ബാങ്കുകൾക്ക് ഇഷ്ടമുള്ള പണമാണ് ആളുകൾക്ക് കൊടുക്കുന്നത്. ചില ബാങ്കുകൾ 10,000 രൂപ നൽകുന്നു, ചില ബാങ്കുകൾ 12,000 രൂപ നൽകുന്ന അവസ്ഥയിലേക്കാണ് കോഴിക്കോട്ടെ കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം ബാങ്കുകളിൽ പണം ഇല്ലാത്തത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് ബാങ്കിനെ നിർബന്ധിക്കപ്പെടേണ്ടത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിർബന്ധമാക്കപ്പെടുകയാണ് ബാങ്കുകൾ അത്തരത്തിൽ പൈസ നൽകാൻ. കാരണം 24,000 രൂപ ഒരാൾക്ക് നൽകുക എന്നതുമായി ബന്ധപ്പെട്ട് നൽകിയാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുക എന്ന അവസ്ഥയിലേക്കായിരിക്കും പോവുക. അതുകൊണ്ട് തന്നെ പല ബാങ്കുകളും, ഗ്രാമീണ മേഖലയിലെ പല ബാങ്കുകളും അവർക്ക് ഇഷ്ടമുള്ള പണം മാത്രമാണ് വരുന്ന ആളുകൾക്ക് നൽകുന്നത്. അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നമുക്കറിയാം, നോട്ട് നിരോധനത്തിന് ശേഷമുള്ള ആദ്യ ശമ്പള ദിവസം എന്ന് പറയുന്നത് കാര്യങ്ങൾ ഒരിക്കലും സ്മൂത്തായി പോകുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം പെൻഷൻ വാങ്ങാൻ വരുന്ന ആളുകളുടെ വലിയൊരു നിരയാണ് ട്രഷറികളിൽ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാവിലെ മുതൽ തന്നെ പ്രായമായ ആളുകൾ ഉൾപ്പെടെ വലിയ ക്യൂവിൽ നിൽക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാകുന്നു. അവരുടെ മുഖത്തൊക്കെ വലിയ തരത്തിലുള്ള ആശങ്കയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഒരുപാട് നാളത്തെ ഈ ഒരു പണപ്രതിസന്ധിക്ക് ശേഷം വന്ന ഒരു ശമ്പള ദിവസം, ഈ ദിവസം എങ്ങനെയാണ് തങ്ങൾക്ക് ആവശ്യമായ പണം ലഭിക്കുമോ, പണം ഏത് നോട്ടായിരിക്കും ലഭിക്കുക, 2,000 രൂപയുടെ നോട്ട് ലഭിച്ചാൽ തന്നെ കാര്യങ്ങൾ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകും എന്ന തരത്തിലുള്ള അവസ്ഥയാണ് ട്രഷറികളിൽ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാങ്കുകളുടെ സ്ഥിതി എന്നതും മറിച്ചല്ല. SBT, SBI ബാങ്കുകളിൽ മാത്രമാണ് കോഴിക്കോട്ട് പണം ലഭിക്കുന്ന ഒരു അവസ്ഥ ഉള്ളത്. അവിടെയൊക്കെ വലിയ തരത്തിലുള്ള തിരക്കുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ATMന്റെ സ്ഥിതി എന്ന് പറയുന്നത്, ATMന്റെ സ്ഥിതി വളരെ കഷ്ടമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പല ATMകളും ഷട്ടർ ഇട്ട നിലയിൽ കൂടെയാണ് കാണുന്നത്. ഇന്നലത്തെ ഒരു സ്ഥിതി എന്നത് കനറ ബാങ്കുകളുടെ കോഴിക്കോട്ടെ ശാഖകൾ മുഴുവൻ അടച്ചിട്ട ഒരു സ്ഥിതി ഇന്നലെ ഉണ്ടായിരുന്നു. പല കൊയിലാണ്ടി ഉൾപ്പെടെയുള്ള പല മേഖലകളിലും കനറ ബാങ്കിന് മുൻപിൽ നാട്ടുകാരുടെ നേരിയ തോതിലുള്ള സംഘർഷവും ബഹളവും ഒക്കെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ കനറ ബാങ്ക് പോലീസിന്റെ സുരക്ഷ ഇന്നലെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ പല ബാങ്കുകളും പോലീസ് സുരക്ഷയോടെയാണ് പ്രവർത്തിക്കുന്നത്. ട്രഷറിയുടെ സ്ഥിതി എന്ന് പറയുന്നത് വലിയ തരത്തിലുള്ള തിരക്കാണ് നമുക്ക് ട്രഷറിക്ക് മുൻപിൽ കാണാൻ സാധിക്കുന്നത്. ഏകദേശം 11 മണിയൊക്കെ കഴിയുന്നതോടുകൂടി ശമ്പളക്കാർ ഉൾപ്പെടെയുള്ള ട്രഷറിയിലേക്ക് എത്തും. കൂടുതൽ സ്ഥിതി വഷളാകുമെന്നൊരു അവസ്ഥയാണ് നിലവിൽ കോഴിക്കോട്ട് ഉള്ളത്. അഞ്ജു, തുക പിൻവലിക്കുന്നതിന് 24,000 എന്ന പരിധി നിശ്ചയിച്ചിരിക്കുന്നത് വലിയ പ്രശ്നങ്ങൾക്ക്, പ്രതിസന്ധിക്കൊക്കെയാണോ വഴിവെക്കുന്നത്?
അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം തുക പിൻവലിക്കാൻ വരുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? അഞ്ജു, 24,000 എന്നത് ഞാൻ പറയുന്നത് ഗ്രാമീണ മേഖലകൾക്കുള്ള ബാങ്കുകളാണ്. കാരണം അവരുടെ കയ്യിൽ ആവശ്യത്തിന് കാശില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പണം ആളുകൾക്ക് പിൻവലിക്കാൻ സാധിക്കുക. ചില ബാങ്കുകൾ 10,000 രൂപ മാത്രമേ പിൻവലിക്കാൻ കഴിയൂ എന്ന് പറയുന്നു. ചില ബാങ്കുകൾ 12,000 രൂപ മാത്രമേ പിൻവലിക്കാൻ കഴിയൂ എന്ന കാര്യങ്ങളൊക്കെ മുൻപോട്ട് വെക്കുന്നു. അതുകൊണ്ട് തന്നെ അത്രയും പൈസ എങ്കിലും ലഭിക്കുമല്ലോ എന്ന ആശ്വാസത്തിൽ കൂടിയാണ് ആളുകൾ. കാരണം വളരെ കഷ്ടപ്പാടിലൂടെയാണ് ആളുകളുടെ ഒരു ജീവിതക്രമം തന്നെ മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ശമ്പള ദിവസമായ ഇന്നത്തെ സ്ഥിതി എന്നത് ഏറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് കരുതിയത്. 10,000 രൂപയെങ്കിൽ 10,000 രൂപ ലഭിക്കുമല്ലോ എന്ന ആശ്വാസത്തിലാണ് ആളുകൾ. ചിലയിടങ്ങളിലൊക്കെ ചെറിയ ബഹളം, ബാങ്കുകളുമായി ആളുകൾ ബഹളം വെക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാവുന്നു. എങ്കിൽ കുറച്ച് ഉച്ചയോട് അടുക്കുമ്പോഴായിരിക്കും ബാങ്കുകൾ ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം ശമ്പള ദിവസം കൂടിയാണ് എന്ന്. ഇനി വരുന്ന സമയങ്ങളിൽ എന്താണ് സംഭവിക്കുക എന്നത് കൃത്യമായി നോക്കിക്കാണേണ്ടതുണ്ട്. അഞ്ജു. ശരി, മേഘമാധവനാണ് വിവരങ്ങൾ നൽകിയത്. നോട്ട് പിൻവലിച്ചതിന് ശേഷമുള്ള ആദ്യ ശമ്പള ദിനമായ ഇന്ന് ബാങ്കുകളിൽ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നു. ഇപ്പോൾ തന്നെ പെൻഷനും ശമ്പളവും പിൻവലിക്കാനായി ആളുകളുടെ നീണ്ട നിര തന്നെയാണ് ഉള്ളത്. അതേസമയം 24,000 രൂപ മാത്രമേ പിൻവലിക്കാവൂ എന്നുള്ള ഒരു പരിധി അത് വലിയ പ്രശ്നങ്ങൾക്കാണ് ഇടവെക്കുന്നത്.